കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയും and I greet each and one of you in the sweet and wonderful name of our Lord and Savior Jesus Christ this morning. I was looking back the day we start Midwest region. 5 of us, late Pastor Abraham Uman, me, Brother Sandy Kodantara, few other members. We were sitting in a restaurant and we were thinking about this organization, Midwest region. Then we started about 39 years ago in Kuwait Road in Westin Hotel. On that 2 meetings, I was one who was leading the meeting, chair the meeting. On that Sunday, we had only 123 attendants, including us. I thank God. All these years, God been good to us, brought us thus far. Look at us now. This many of us come together and worshiping our Lord together. 1973 ഇന്ത്യ പെന്തക്കോസ്ത് സഭയ്ക്ക് IPC എന്ന ഒരു ചർച്ച് ന്യൂയോർക്കിൽ ഞാനും പാസ്റ്റർ AC ജോർജും കൂടെ തുടങ്ങുവാൻ ദൈവം ഭാഗ്യം നൽകി. 77 ഡാളസിൽ കടന്നു വരുമ്പോൾ ഇവിടെ എല്ലാം കൂടെ മലയാളികൾ 500 പേര് പോലും ഇല്ല. 2 കൂടിയവർ ഇവിടെ ഉണ്ട്, യാക്കോബ, മർത്തോമ, യാക്കോബൈറ്റ്സ്. മറ്റു ഒരൊറ്റ പ്രസ്ഥാനങ്ങൾക്കും കൂടിയവരില്ല. ബ്രദറൻ ചർച്ചിനും പെന്തക്കോസ്ത് 2 കൂട്ടമേയുണ്ട്. 77 ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ആദ്യമായി ഡാളസിൽ ഒരു ചർച്ച് തുടങ്ങുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ആ സമയം തന്നെ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 78 ഹ്യൂസ്റ്റണിൽ IPCയുടെ ചർച്ച് ആരംഭിച്ചത്. പാസ്റ്റർ ചാക്കോച്ചനായിരുന്നു അവിടുത്തെ പാസ്റ്റർ. അതിനുശേഷം മിഡ്വെസ്റ്റ് റീജിയൻ കൂടിയപ്പോൾ അധികം സഭയൊന്നും കൂടാനില്ല, എല്ലാവർക്കും ഉത്സാഹമില്ലായിരുന്നു. പിന്നെ ഒട്ടനവധി പൈസ ചെലവഴിച്ച് ഒട്ടനവധി എല്ലാവരുടെയും പോയി വീടുകളിലും സഭയിലും പോയി കമ്മിറ്റിയിലും പോയി സംസാരിച്ച് വിളിച്ചു കൂട്ടി ഇത് ഓരോ ദിവസവും വന്നു. തുടക്കം മുതൽ ഏറിയ വർഷങ്ങൾ ഞാനായിരുന്നു ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ തന്നെ ഞങ്ങൾ വെസ്റ്റേൺ റീജിയൻ തുടങ്ങി. വെസ്റ്റേൺ റീജിയൻ്റെ പ്രസിഡൻറ്റും ഉമ്മൻ എബ്രഹാം, വൈസ് പ്രസിഡൻറ്റ് ഞാൻ, അദ്ദേഹം മരിക്കുന്നിടം വരെ. ഇത്രയും കാലം അനേക സന്ദർഭങ്ങൾ, അനേക ഹാറ്റ് മിഡ്വെസ്റ്റ് റീജിയനുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇത്രത്തോളം വളർത്തിയ കർത്താവിന് സ്തോത്രം. ഇപ്പോഴുള്ളവർക്കെല്ലാം ഇന്നലെ നമ്മൾ കേട്ടതുപോലെ യോർദാൻ കടന്ന കാര്യം കേട്ടിട്ടേ ഉള്ളൂ, മിഡ്വെസ്റ്റ് റീജിയൻ കണ്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയൊന്നും ഓർപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അത് ഓർമ്മയില്ല. അതുകൊണ്ടാണല്ലോ എന്നെ ആ രീതിയിൽ അവർ സംബോധന ചെയ്തതും. പ്രൈസോ. 2 ടൈം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഇപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൗൺസിൽ ജനറൽ സെക്രട്ടറിയായി ഞാൻ സേവനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വത്സൻ എബ്രഹാം സൗഖ്യമില്ലാതിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. തുടർന്നും പ്രാർത്ഥിക്കണം. ഹി ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഇഫ് ഗാഡ് വില്ലിംഗ്, അവർ IPC ജനറൽ കൺവെൻഷൻ വിൽ ടേക്ക് പ്ലേസ് ഇൻ January 12 to 19. ഒക്ടോബർ 1 മുതൽ 101 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കും. അതിലേക്കും നിങ്ങളെല്ലാവരും കടന്നു വരണം. വി ഓൾ ലവ് യു. ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനം എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കട്ടെ. മനസ്സാക്ഷി ശരിയാകട്ടെ, മനസ്സ് നന്നാകട്ടെ. ദൈവസനയിൽ വിശ്വസ്തരായി സേവനമനുഷ്ഠിപ്പാൻ ദൈവം നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. 1965 രക്ഷിക്കപ്പെട്ടു. 67 ആദ്യത്തെ സഭാചാർയ തുടങ്ങി. ഇന്ന് വരെ സഭാചാര്യത്തിൽ വിശ്വസ്തയോടെ സേവനമനുഷ്ഠിക്കുന്നു. പോയ സ്ഥലങ്ങളിലെല്ലാം IPCക്കാരനായി മാത്രം. 54 വർഷം മുമ്പ് വിവാഹം കഴിച്ചു. ഇന്നും വിശ്വസ്തയോടെ കുടുംബത്തിൽ പാർക്കുന്നു. 1980 തുടങ്ങിയ ചർച്ചിൽ ഇന്നും സീനിയർ ശുശ്രൂഷകനായി അവിടെ സേവനമനുഷ്ഠിക്കുന്നു. വിശ്വസ്തയോടെ ആ സഭയെയും സേവിക്കുന്നു. എനിക്ക് 3 മക്കളും 3 മരുമക്കളും 5 കൊച്ചുമക്കളുമുണ്ട്.
അവരും എന്നോടൊപ്പം മലയാളം സർവീസിൽ ഞങ്ങളോട് IPCയിൽ ആരാധിക്കുന്നു. എൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും എൻ്റെ പെങ്ങളും അവരുടെ മക്കളും ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നു. ഇത്രയും വിശ്വസ്തയോടെ കുടുംബത്തിൽ ജീവിക്കുവാൻ, ഭവനത്തിൽ ജീവിക്കുവാൻ, സഹോദരമധ്യത്തിൽ ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ സേവനമനുഷ്ഠിപ്പാൻ, IPCയോടും വിശ്വസ്തത പാലിപ്പാൻ ദൈവം എത്രത്തോളം എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ ഈ ആഴ്ച വേറെടുത്തായിരിക്കുന്നതാണ്, നാട്ടിലായിരിക്കുന്നതാണ്. പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചയുള്ള ബന്ധത്തിൽ ഒരു അത്യാഹിതം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ എന്നെ ക്ഷണിച്ചൊന്നുമില്ല. ഞാൻ ഷിബുവിനെ വിളിച്ച് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്. ഷിബു പാസ്റ്റർ എൻ്റെ രാജ്യക്കാരനെ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ വിളിച്ചങ്ങ് ഞാൻ വരുന്നുവെന്ന്. അച്ഛാ അങ്ങനെയാണെങ്കിൽ അച്ഛന് സമയമെടുക്കണം, ശനിയാഴ്ച വേണോ ഞായറാഴ്ച വേണോ? ഞാൻ പറഞ്ഞെനിക്ക് വേണ്ട, നിങ്ങളോട് സംബന്ധിക്കാൻ വരികയാണ്. തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇത്. ഇവിടെ ഉള്ളപ്പോൾ എല്ലാം ഞാൻ സംബന്ധിക്കാറുണ്ട്. അത് ക്ഷണിച്ചാലും വരും, ക്ഷണിച്ചില്ലേലും വരും, പ്രോഗ്രാം ഉണ്ടെങ്കിലും വരും, പ്രോഗ്രാം ഇല്ലേലും വരും. IPC എന്നുള്ള പേരുണ്ടെങ്കിൽ വന്നിരിക്കും. അത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് എന്നോട് ഞാൻ പറഞ്ഞ സൺഡേയിലെടുക്കുക. ഞാൻ മുമ്പേ ചോദിച്ചു എത്ര സമയമുണ്ട് അച്ഛൻ നിർത്തുന്നത് ആ സമയമെന്ന്. അതുകൊണ്ട് അധിക പ്രസംഗമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾ IPCക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യത്തെ സഭായോഗത്തിലെ സ്തോത്ര കാഴ്ച ഷിബു പാസ്റ്റർ അന്നത് ഞങ്ങൾ കുമ്പനാട്ടേക്ക് അയച്ചത്. ആ ആദ്യത്തെ ഏറിയ നാളുകൾ ലേഡീസിനോട് പറയുന്നു, ലേഡീസ് മീറ്റിങ്ങിന് നേതൃത്വം കൊടുത്തത് എൻ്റെ സഹോദരിയാണ്. എത്രയും കാലം ഈ മിഡ് വെസ്റ്റ് റീജിയന് ശക്തമായി നിന്നത് ഞങ്ങളുടെ സഭയാണ്. ഇന്നും നിൽക്കും, ഇനിയും നിൽക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പിക്കും. അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും യാത്രകളിലാണ്, ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട് ഈ കുറഞ്ഞ വയസ്സിലും. പ്രൈസ് ദി ലോർഡ്. ഇനിയും ദൈവത്തിന് വേണ്ടി അവസാനം വരെ അധ്വാനിച്ച് ഒരു മെഴുകുതിരി പോലെ ദൈവസന്നിധിയിൽ അവസാനിപ്പാൻ, വിശ്വസ്തയോടെ നിൽപ്പാൻ എനിക്ക് ആരോടും പിണക്കമില്ല, ഒരുത്തരോടും വിഷമവുമില്ല, എനിക്ക് ഒരു ശത്രുവുമില്ല. എനിക്കുണ്ടോയെന്ന് എനിക്കൊട്ട് അറിയത്തുമില്ല. ആവശ്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ മീഡിയയിൽ പറയുന്നൊന്നും കേട്ടാരും വിശ്വസിക്കരുത്. IPCക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല, വത്സന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും കൺവെൻഷൻ വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് സമയം തന്ന ഷിബു പാസ്റ്റർക്കും മിഡ് വെസ്റ്റ് റീജിയനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു.